രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയുടെ മഹത്വം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ. ഒരാൾക്ക് പടച്ച റബ്ബ് തീരുമാനിച്ചൊരു കാര്യം പടച്ചോൻ മാറ്റല് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കണം. ആ റിക്വസ്റ്റ് ഏതാണ്? ഖളാ ഖദർ തടുക്കാൻ പ്രാർത്ഥനയല്ലാതെ വേറെ മരുന്നില്ല. അദ്ദുആഉ യംനഉൽ ഖദർ. നമുക്കൊരു കാര്യം തീരുമാനിച്ചു, ഒരു 45 ആക്സിഡന്റ് പറ്റണമെന്ന് തീരുമാനിച്ചാൽ അത് മാറ്റാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ആയുസ് അല്ലാഹ് തീരുമാനിച്ചാൽ ആയുസ് നീട്ടാൻ എന്ത് ചെയ്യണം? ചോദിക്കണം. പ്രാർത്ഥന മാത്രമാണ് ഒരാളെ ഖളാഇനെയും ഖദറിനെയും മാറ്റുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ചില ആൾക്കാർ ചോദിക്കൂല, എനിക്ക് ഏതായാലും ആയുസൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാ ഈ ദീർഘായുസിന് പ്രാർത്ഥിക്കണം? ഇല്ല, പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിച്ചാൽ നിശ്ചയിച്ച ആളത് മാറ്റും. കാരണം നിശ്ചയിച്ച ആൾക്കേ അത് മാറ്റാൻ അധികാരമുള്ളൂ. അപ്പൊ പടച്ചവനോട് ചോദിക്കുന്നത് മാറ്റണം എന്ന് പറഞ്ഞാൽ അത് മാറ്റും. ദുആഉ യംനഉൽ ഖദർ. ഖദറിനെ അല്ലാഹു തടയുമെന്നാണ്. ഇന്ന ദുആ യൻഫഉ മിമ്മാ നസൽ വമിമ്മാ ലം യൻസിൽ. ഇറങ്ങിയ വിധിയെ അത് ഇല്ലാതെയാക്കാൻ, ഇറങ്ങാൻ പോകുന്നതിനെ തടുക്കാൻ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇറങ്ങിയ മുസീബത്തുണ്ടാവും, അതിനെ നീക്കം ചെയ്യാൻ. ഇറങ്ങാൻ പോകുന്നതുണ്ടാവും, അതിനെ തടയാൻ പ്രാർത്ഥന ഇല്ലാതെ. അപ്പൊ ഖദറിനെ തടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് നിശ്ചയിച്ച മുസീബത്തുകൾ അവന് രക്ഷപ്പെടാൻ ഒരൗഷധവും ഭൂമിയിലില്ല പ്രാർത്ഥനയല്ലാതെ. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രാർത്ഥന ഒരു ഇബാദത്താണ്. അദ്ദുആ ഹുവൽ ഇബാദ. പ്രാർത്ഥന എന്താണ്? ഇബാദത്താണ്. ഇബാദത്ത് ചെയ്താൽ എന്ത് കിട്ടും? സ്വീകരിച്ചോ അല്ലേ എന്നുള്ള. ഇബാദത്തിന് എന്തുണ്ട്? പുണ്യമുണ്ട്. അദ്ദുആ ഹുവൽ ഇബാദ. പ്രാർത്ഥന പുണ്യപരമായ ഇബാദത്താണ് എന്നാണ്. ഒരാള് പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 രീതിയിൽ ലാ തസാലു യുസ്തജാബു ലിൽ അബ്ദി മാ ലം യദഉ ബിഇസ്മിൻ ഔ ഖതിഅതി റഹിമിൻ മാ ലം യസ്തഅജിൽ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ, ഒരാൾ ദുആർന്നു പ്രാർത്ഥിച്ചു, അല്ലാഹുവോട് ചോദിച്ചു, അടിമക്ക് എന്തായാലും അല്ലാഹു ഉത്തരം നൽകും. ഒന്നയാൾ പാപത്തിനു വേണ്ടി ചോദിക്കരുത്, ബന്ധം മുറിക്കാൻ വേണ്ടി ചോദിക്കരുത്, ധൃതി കാണിക്കരുത്. ഇത് 3 ഇല്ലെങ്കിൽ എന്തായാലും ആ പ്രാർത്ഥന 3 രീതിയിൽ അല്ലാഹു സ്വീകരിക്കും. ഒന്നാമത്തത്, പാപം. ഒരാൾ മുതൽ കട്ടിട്ട് പഠിച്ചവനെ പിടിക്കപ്പെടരുതെന്ന് പ്രാർത്ഥിച്ചാൽ അതാരും കേൾക്കൂല. അല്ലാഹ് കേൾക്കൂല. കട്ട മുതൽ സംരക്ഷിക്കേണ്ട ബാധ്യത അല്ലാഹ്ക്കില്ല. അതൊരു പാപമാണ്. ബന്ധുക്കൾക്കെതിരെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അല്ലാഹ് കേൾക്കൂല. ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളുണ്ട്. ബാപ്പ മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചാൽ കേൾക്കും. അത് ആ ബന്ധമല്ല ഇവിടെ പറയും. ഉമ്മ മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചാൽ കേൾക്കും. അതേസമയം ജ്യേഷ്ഠൻ, അനുജൻ, ഇങ്ങനെ ബന്ധങ്ങളിൽ സിലത്തുർ റഹിം എന്ന് പറയുന്ന ബന്ധങ്ങൾ മുറിവേൽപ്പിക്കുന്ന പ്രാർത്ഥന നടത്തരുത്. ഇപ്പം എൻ്റെ മോള് SLCയിലുണ്ട്, അതേപോലെ ജ്യേഷ്ഠൻ്റെ മോള് SLCയിലുണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിക്കാണ്, ജ്യേഷ്ഠൻ്റെ മോൾക്ക് ഫുൾ A+ കിട്ടല്ലേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചാൽ ആരും കേൾക്കൂല. അല്ലാഹ് കേൾക്കൂല എന്ന് മാത്രമല്ല, അങ്ങനെ പ്രാർത്ഥിച്ചാൽ അതൊരു പാപമായി രേഖപ്പെടും. ആ പ്രാർത്ഥന പാടില്ല. ബന്ധം മുറിക്കണ പ്രാർത്ഥന അല്ലാഹ് കേൾക്കൂല. ബന്ധം മുറിച്ചാൽ, ആ ബന്ധം മുറിക്കണത് ഒരാൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ ആ ചോദ്യം തന്നെ എന്താണ്? ഒരു ഇസ്മാണ്, പാപമാണ്. ആ പാപം അല്ലാഹു രേഖപ്പെടുത്തും. മാലം യുസ്താഴ്ജിൽ. ധൃതി കാണിക്കാൻ പാടില്ല. പ്രാർത്ഥിച്ചിട്ട് അല്ലാഹുവിന്റെ കേൾക്കാൻ എത്ര കാലമായി ഞാൻ ചോദിക്കണത് എന്ന പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരാൾ ധൃതി കാണിക്കാതിരിക്കുക എന്നത് പ്രാർത്ഥനയുടെ മര്യാദയാണ്. കാരണം നിങ്ങൾക്ക് ഏറ്റവും ഹൈറായ, ഏറ്റവും ആപ്റ്റായ ഒരു ടൈം നിങ്ങളെക്കാൾ കൂടുന്നത് അറിയുന്നത് ആരാണ്? അല്ലാഹുവാണ്. ആ സമയത്ത് അത് തരും. ഇപ്പൊ തന്നാൽ നിന്റെ ദുന്യാവിന് നഷ്ടമാണ്, അല്ലെങ്കിൽ നിന്റെ ആഖിറത്തിന് നഷ്ടമാണ് എന്നത് ആർക്കറിയില്ല. എനിക്കോ നിങ്ങൾക്കോ അറിയില്ല, പടച്ച റബ്ബിനറിയും. കാരണം അതൊരു ഷൂട്ട് കഴിഞ്ഞ ലൈഫാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം A to Z കഴിഞ്ഞു. നമുക്കാണിത് ജീവിക്കാനുള്ളത്. എവിടെ എത്തും, എവിടെ നിന്ന് മുറിയും, എവിടെ നിന്ന് അവസാനിക്കും എന്നൊക്കെ ആർക്കറിയും? അറിയില്ല. പാക്കപ്പ് ചെയ്തു ഈ സാധനം. നമുക്ക് മാത്രമേ ജീവിക്കാനുള്ളൂ. പടച്ചവനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്തു? അപ്പൊ എവിടെയാണ് ഏറ്റവും ആപ്റ്റ് അവിടെ അള്ളാഹു എന്ത് ചെയ്യും? ഫിറ്റ് ചെയ്യും. അതുകൊണ്ട്
അള്ളാഹു സുബ്ഹാൻ എന്തെങ്കിലും ലൈഫിൽ എഡിറ്റ് വരുത്താൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹു അത് ഏറ്റവും ആപ്റ്റായ സ്ഥലത്ത് എഡിറ്റ് ചെയ്തു വെക്കും.